ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. വർഷങ്ങളായിട്ട് ഞാൻ എന്റെ അമ്മ അനിയത്തിമാരെ നോക്കുന്നത് ഇവിടുന്ന് കിട്ടുന്ന കാശുണ്ടാ. സ്വന്തം വീട്ടിൽ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഞാൻ ചെലവഴിക്കുന്നത് ഇവിടെയാ. കരുണാകരനെയും രഘുവിനെയും പോലുള്ള പുഴുക്കുത്തുകളുണ്ടെങ്കിലും ഈ ഗാർമെന്റ്സ് എനിക്കെന്റെ സ്വന്തം പോലെയാ. ജയന്തി എന്താ പറഞ്ഞു വരുന്നേ? സ്വന്തം വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോ നമ്മൾ ഏറ്റവും നല്ല ഡ്രസ്സ് ഉടുക്കില്ലേ, ഏറ്റവും നന്നായി ഒരുങ്ങില്ലേ, അത് വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓടി നടന്ന് എല്ലാം ചെയ്യില്ലേ. അതുപോലെ സിൽവർ ജൂബിലി ഫംഗ്ഷന് നമ്മൾ എല്ലാവരും നമ്മുടെ ഏറ്റവും നല്ല ഡ്രസ്സിൽ വരണം. ഫംഗ്ഷൻ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് എല്ലാം ചെയ്യും വേണം. ജയന്തി പറഞ്ഞതിനോട് ഞാൻ 100% 101% യോജിക്കുന്നു. ജയന്തി പറഞ്ഞതുപോലെ ചില പുഴുക്കുത്തുകൾ ഇവിടെ ഉണ്ട്. അവര് കാരണം ഇവിടെ പലർക്കും മനപ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തൽക്കാലം നമ്മൾ മറക്കണം. കാരണം നമ്മളെ ക്ഷണിച്ചത് കൈലാഷ് സാറാണ്, അത് നേരിട്ട്. ഈ ഫംഗ്ഷൻ വിജയിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ ആവശ്യമാണെന്നുള്ള ചിന്തയോടെ നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്യണം. സൗ സൗ എന്തുപറ്റി? സൗസൗന് എന്തുപറ്റി? ഫംഗ്ഷന് ഫുഡൊക്കെ ഉണ്ടാവുമെന്ന് കൈലാഷ് സാറിനോട് ചോദിക്കുമ്പോ നല്ല ഉഷാറായിരുന്നല്ലോ. പെട്ടെന്ന് ആളാകെ ഡൗൺ ആയല്ലോ. എന്താടി അത്? നിങ്ങളൊക്കെ നല്ല ഡ്രസ് ഇടില്ലേ? എന്റെ കയ്യിൽ പഴയത് മാത്രമേ ഉള്ളൂ. പുതിയത് വാങ്ങാൻ കാശുമില്ല. ശമ്പളം കിട്ടിയ കാറ്റത്ത് പഞ്ഞി ഉണക്കാൻ ഇട്ടതുപോലെയാ. ഏത് വഴിക്കാ പറന്നുപോയെന്ന് ഒരു പിടി ഉണ്ടാവില്ല. പുതിയ ഡ്രസ് മേടിച്ചോ? വേണ്ട പ്രേം ചേട്ടാ. ഞാൻ പറയാറില്ലേ, നീ എന്റെ അനിയത്തിയ. ഫംഗ്ഷന് വരുന്നവരുടെ മുന്നിലേക്ക് ഏറ്റവും നല്ല ഡ്രസ്സിൽ വേണ്ടേ എന്റെ അനിയത്തി വരാൻ? ഇത് പിടിക്ക. സൗസു, നീ ഇങ്ങനെ കരഞ്ഞ ഞങ്ങളുടെ എല്ലാവരുടെയും മൂട് പോവും. മതി കരഞ്ഞത്. നീ അവിടെ ഇരിക്ക കഴിക്ക. പാറു എന്ത് ഡ്രസ്സാ ഇടുക? അത് പാറുവിനെ പോലും അറിയുന്ന സംശയം. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പാറു ഏത് ഡ്രസ് ഇടണോന്ന് പാറുവിന്റെ ഗന്ധർവനല്ലേ തീരുമാനിക്ക. അത് ശരിയാ. പാറുവിന് എന്ത് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണമെന്നുള്ള ആലോചനയിലായിരിക്കും പുള്ളിക്കാരനിപ്പോ. അത് സൗന്ദര്യക്കും ജയന്തി ചേച്ചിക്കും വെറുതെ തോന്നുന്നതാ. ഗന്ധർവന് എന്നെ നന്നായി അറിയാമെന്നല്ലേ പറയുന്നത്. അപ്പോ ആരോ ഒരാള് വാങ്ങിക്കൊടുക്കുന്ന ഡ്രസ്സ് ഞാൻ ഇടില്ലാന്നും ഗന്ധർവൻ അറിയായിരിക്കുമല്ലോ. ഞാൻ എന്റെ കയ്യിലുള്ള ഹാഫ് സാരിയാ ഉടുക്കുക. ഇത്രയും വലിയ ഫംഗ്ഷന് ഹാഫ് സാരി ഉടുത്തു വരാനോ? എത്ര വലിയ പരിപാടിയാണെങ്കിലും ഞാനല്ലാതാവോ ഉഷ ചേച്ചി? എന്റെ ഇഷ്ടങ്ങളൊന്നും ഞാൻ മാറ്റില്ല. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്. നിന്റെ ഗന്ധർവൻ ഫംഗ്ഷൻ വരുമോ? അറിയില്ല, പക്ഷേ വരണമെന്ന എന്റെ ആഗ്രഹം. അയാളെ കാണുന്ന എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അയാൾ എന്റെ മുന്നിൽ വന്ന് നിന്ന് ഞാനാണ് നീ തിരയുന്ന ഗന്ധർവനെന്ന് എന്നോട് പറയുന്നത് ഞാൻ സങ്കല്പിക്കാറുണ്ട്. അപ്പൊ നിനക്ക് എന്താ തോന്നുക? കൈയും കാലൊക്കെ വിറയ്ക്കുന്ന പോലെ തോന്നും. ആ വിറയലിന്റെ പേരാണ് പ്രേമം. നിന്റെ ഗന്ധർവൻ നിന്റെ മുന്നിൽ പ്രത്യക്ഷനാവാൻ ഞാനും പ്രാർത്ഥിക്കാം.
പാറു ഗന്ധർവനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷന്റെ അന്ന് അവിടെ വച്ച് ഇവളോട് പറയണം, നീ തേടുന്ന ഗന്ധർവൻ ഞാനാണെന്ന്.